കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു നിർത്തിയേ? എന്തോ അഡീഷൻ തുടങ്ങിയായിരുന്നോ? മിസ് അഡീഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻ. അഡീഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ് അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ലൈക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അതിന്റെ ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാണ്ടി വരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കാം. ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചിട്ട് രണ്ട് ഫ്രാക്ഷനും എന്ത് ചെയ്യാ? ആ LCM ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഈക്വലന്റ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. അതിനുശേഷം ആഡ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. പേജ് നമ്പർ 63 എക്സൈസ് 1.3. പേജ് നമ്പർ 63 എക്സൈസ് 1.3. അതില് നാലാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? 6/10 ഫസ്റ്റിലെ എയില് നാലാമത്തെ ക്വസ്റ്റ്യൻ 6/10 പ്ലസ് 5/20. 6/10 പ്ലസ് 5/20. ഇവിടെ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. 10ഉം 20 വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും LCM കണ്ടുപിടിക്കുക. LCM ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 10ന്റെയും 20യുടെയും പ്രത്യേകത കണ്ടോ? 10 പറയുന്നത് 20യുടെ ഫാക്ടർ ആണ് അല്ലേ? ഇതിൽ വലുത് 20, 20യുടെ ഫാക്ടർ ആണ് 10. അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ വരുന്ന സമയത്ത് വലിയ നമ്പറിന്റെ ഫാക്ടർ ആണ് ചെറിയ നമ്പർ വരുന്നതെങ്കിൽ നമുക്ക് വലിയ നമ്പറിനെ LCM ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ട് നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുമ്പോൾ അതില് വലിയ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് ചെറിയ നമ്പർ വരുന്നുണ്ടെങ്കിൽ വലിയ നമ്പറിനെ LCM ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് LCMന്റെ ഒരു റൂളാണ്. അപ്പൊ ഇവിടെ 10ഉം 20യും വരുമ്പോൾ 20യുടെ ഒരു ഫാക്ടർ ആണ് 10 അല്ലെ? 20യുടെ ഫാക്ടർ ഏതൊക്കെയാ? 1, 2, 4, 5, 10, 20. ഇത്രയാണ് 20യുടെ ഫാക്ടേഴ്സ്. അപ്പോ 10 20യുടെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് 20 ആയിരിക്കും 10ന്റെയും 20യുടെയും LCM. രണ്ട് നമ്പേഴ്സില് ചെറിയ നമ്പർ വലിയ നമ്പറിന്റെ ഫാക്ടർ ആണെങ്കിൽ ആ വലിയ നമ്പർ ആയിരിക്കും അതിന്റെ രണ്ടിന്റെയും LCM. അപ്പൊ ഇവിടെ 10ന്റെയും 20യുടെയും LCM 20. ഇനി എന്ത് ചെയ്യണം? ഫ്രാക്ഷൻസിനെ 20 LCM ആക്കി മാറ്റി എഴുതണം. 6/10 ഇതിനെ 20 LCM ആക്കി മാറ്റി എഴുതും. 20 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതാം. LCM 20, 20 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതാം. 10നെ നമുക്ക് 20 ആക്കണമെങ്കിൽ ഇൻടു 2 ആണ് ചെയ്യേണ്ടത് അല്ലേ? 10നെ 20 ആക്കണമെങ്കിൽ 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ടൈം ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 6 × 2 12. അപ്പൊ 6/10ന് പകരം നമുക്ക് എന്ത് എഴുതാം? 12/20 എന്ന് എഴുതാം. ഓക്കെ, ഇനി 5/20 നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഡിനോമിനേറ്റർ 20 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 5/20 മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി? 6/10ന് പകരം 12/20 പ്ലസ്
5/10 അതുപോലെ തന്നെ. സോറി 5/20. അവിടെ 20 തന്നെയാണ് ഡിനോമിനേറ്റർ വരുന്നത്, അതുകൊണ്ട് അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. 12/20 പ്ലസ് 5/20. 12 ന്യൂമറേറ്ററിൽ വരുമ്പോൾ 12 പ്ലസ് 5/20 equal to 12 plus 5 17. 17/20 ആണ് ഇതിന്റെ ആൻസർ. ഇത് ചെയ്തത് മനസ്സിലായോ? ഇതൊന്ന് ജസ്റ്റ് എഴുതിയെടുത്തേ. ഓക്കെ, അതില് 6ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? സെയിം ആഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വണ്ണില് 6th വൺ 11/3 plus 2/4. 1/4 sorry. 11/3 plus 1/4. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ഫ്രാക്ഷൻ 11/3 എന്ന് പറയുന്ന ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ? 11/3 എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. എന്തുകൊണ്ടാ? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ 11ഉം ഡിനോമിനേറ്റർ 3ഉം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. Then second one 2 1/4. It is a mixed number. ഒരു ഹോൾ നമ്പറും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട്. സോ ഇറ്റ് ഈസ് എ മിക്സഡ് നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? മിക്സഡ് നമ്പർ ആക്കിയാല് നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാം. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. 11/3 നമ്മൾ എങ്ങനെ മിക്സഡ് നമ്പർ ആക്കി മാറ്റും? 11/3 നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മാത്രമേ മിക്സഡ് നമ്പർ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. 11/3 എങ്ങനെ നമ്മൾ മിക്സഡ് നമ്പർ ആക്കി മാറ്റും? ആഡ് ചെയ്താൽ മിക്സഡ് നമ്പർ ആവോ? മൾട്ടിപ്ലൈ. അത് മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അതായത് ഈ ഫോമിലുള്ളത് 11/3 എന്ന് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതുപോലെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടിയാൽ അതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ രീതിയിൽ എഴുതി ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 3 × 3 9. ഡിവൈഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. റിമൈൻഡർ അതുപോലെ തന്നെ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ കിട്ടുന്ന കോഷ്യന്റ് ഇല്ലേ, നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ്, ആ കോഷ്യന്റ് എന്ത് ചെയ്യാം? ആ കോഷ്യന്റ് ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതാം 3. ബാക്കി വരുന്ന റിമൈൻഡർ ന്യൂമറേറ്റർ ആക്കി, ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ആക്കി എഴുതാം. 2 ആണ് റിമൈൻഡർ, 2 ന്യൂമറേറ്റർ ആക്കി എഴുതുക. എന്നിട്ട് ഡിനോമിനേറ്റർ ഡിവൈസർ എഴുതാം. അപ്പൊ 11/3 എന്നുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്ന സമയത്ത് എത്രയാ കിട്ടുന്ന ആൻസർ? 3 2/3. ഡിവൈഡ് ചെയ്യാൻ വേണ്ടേ? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ക്വസ്റ്റ്യൻ ഇതുപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ തരട്ടെ. രണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് 15/4 15/4 21/6.
ഇതിനെ രണ്ടിനെയും ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതിയേ. എന്തോ ആൻഡ്രോസ് മോളെ ക്ലിയർ ആവുന്നില്ലല്ലോ. സ്ക്രീൻ ഷെയർ കാണുന്നില്ലേ? ഒന്നുകൂടി ഒരു മിനിറ്റ്, ഒന്നുകൂടി മിസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ബാക്കി ആർക്കും കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ട്. ആൻഡ്രോസ് മോൾ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്തേ, എന്നിട്ട് നോക്ക്. ഓക്കെ, ബാക്കിയുള്ളവര് ഈ രണ്ട് ഫ്രാക്ഷനെ, ഈ രണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. കിട്ടിയോ? 15/4 15/4നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാം? 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15/4. 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? 3 × 4 12. റിമൈൻഡർ 3. ഇനി ഇതില് കിട്ടുന്ന കോഷ്യന്റിനെ ഹോൾ നമ്പർ ആക്കി എഴുതുക 3. റിമൈൻഡർ ന്യൂമറേറ്റർ ആക്കി എഴുതുക. റിമൈൻഡർ ന്യൂമറേറ്റർ ആക്കി എഴുതുക. ഡിവൈസർ ഡിനോമിനേറ്റർ ആക്കി എഴുതുക. അപ്പൊ എത്ര കിട്ടി? 15/4 എന്നത് എത്രയായി? 3/4. അടുത്തത് 21/6. 4 എവിടെ? 4 3/4. 4 3/4 ആണോ? അതെങ്ങനെ? 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ കിട്ടുന്നത്? 3 × 4 അല്ലേ 12? ത്രീ ഇൻറ്റു 4 അല്ലേ 12? അപ്പൊ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ കിട്ടുക? അപ്പൊ ഹോൾ നമ്പർ ആണ് നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ആണ് എന്താക്കി എഴുതണ്ടേ? ഹോൾ നമ്പർ ആക്കി എഴുതണ്ടേ? കിട്ടുന്ന ആൻസർ അതാണ് നമ്മൾ ഹോൾ നമ്പർ ആക്കി എഴുതുന്നത്. ബാക്കി റിമൈൻഡറിനെ എന്ത് ചെയ്യും? ഇവിടെ ന്യൂമറേറ്റർ ആക്കി എഴുതും. ഡിവൈസറിനെ ഡിനോമിനേറ്റർ ആക്കി എഴുതും. അപ്പൊ ആൻസർ 3 3/4. ഇനി 21/6 വരുമ്പോൾ 21 ഡിവൈഡഡ് ബൈ 6. 21നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. 3 × 6 18. മൈനസ് ചെയ്യുമ്പോൾ 3 എന്ന് അഗൈൻ 3 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ കിട്ടുന്ന കോഷ്യന്റ് 3 ആണ്. 3 ഹോൾ നമ്പർ ആക്കി എഴുതി. റിമൈൻഡർ ന്യൂമറേറ്റർ ആക്കി എഴുതി. ഡിവൈസർ ഡിനോമിനേറ്റർ ആക്കി എഴുതി. അപ്പൊ 21/6 എന്നത് 3 3/6 ആയി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ 11/3 + 2/4 2 1/4. 11/3 നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 3 2/3 എന്ന് മാറ്റി എഴുതി. പിന്നെ അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം? 2 1/4 ആഡ് ചെയ്യണം. 2 1/4 ഉം 3 2/3 ആഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതിന് രണ്ട് ഹോൾ നമ്പേഴ്സ് ഇല്ലേ? 3ഉം 2ഉം രണ്ട് നമ്പറിലും വരുന്ന, രണ്ട് മിക്സഡ് നമ്പറിലും വരുന്ന ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യാം. 3 + 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനോടുകൂടി അതിന്റെ രണ്ടിന്റെയും ഫ്രാക്ഷൻസും ആഡ് ചെയ്യാം. 2/3
പ്ലസ് 1/4. 2/3 പ്ലസ് 1/4. ആദ്യം അതിന്റെ ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3 + 2 5 പ്ലസ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ 2/3 പ്ലസ് 1/4. ഇവിടെ രണ്ടും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 5 പ്ലസ് 2/3ഉം 1/4ഉം 3ഉം 4ഉം ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അതിന്റെ രണ്ടിന്റെയും LCM കണ്ടുപിടിക്കണം. 3ന്റെയും 4ന്റെയും LCM എത്ര വരാ? 3ന്റെയും 4ന്റെയും LCM 12 ആണ് വരാ. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 12 ആണ് 3ന്റെയും 4ന്റെയും LCM. ഇനി 2/3യെ നമ്മൾ 12 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുമ്പോൾ 3യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 ആവുന്നു. അപ്പൊ 2ന് എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ 2നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ 1/4നെ 12 ഡിനോമിനേറ്റർ ആക്കുന്ന സമയത്ത് 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ന്യൂമറേറ്റർ 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 പ്ലസ് 2 × 4 8/12 പ്ലസ് 1 × 3 3/12. 5 plus 8 plus 3 11 11/12. ഈ 5 plus 11/12 എന്നുള്ളത് നമുക്ക് 5 11/12 എന്ന് എഴുതാം. ഇവിടെ അഡീഷൻ സൈൻ വരുന്നത് കൊണ്ട് 5 plus 11/12 എന്നുള്ളത് 5 11/12 എന്ന് എഴുതാം. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? മിക്സഡ് നമ്പറിന്റെ അഡീഷൻ മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഇത് എഴുതിയെടുത്തോ നിങ്ങള്? ഇതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. 4 1/3 4 1/3 plus 16/3 16/5. 4 1/3 plus 16/5. എന്ത് ചെയ്യണം? 16/5നെ മിക്സഡ് നമ്പർ ആക്കി മാറ്റി എഴുതണം. ഇതും കൂടി ഞാൻ പറഞ്ഞു തരട്ടെ, പെട്ടെന്ന് പറഞ്ഞു തരട്ടെ. ഓക്കെ, 4 1/3 അതുപോലെ തന്നെ നമ്മൾ എഴുതി. 4 1/3. 16/5നെ നമുക്ക് മിക്സഡ് നമ്പർ ആക്കി മാറ്റി എഴുതണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 3 × 5 15. റിമൈൻഡർ 1. അപ്പൊ അതിന്റെ ഹോൾ നമ്പർ എന്താക്കുക? ഹോൾ നമ്പർ ആയിട്ട് നമ്മുടെ ക്വോഷ്യന്റ് എഴുതാം. എന്നിട്ട് റിമൈൻഡർ ന്യൂമറേറ്റർ ആക്കി എഴുതാം. ഡിവൈസർ ഡിനോമിനേറ്റർ എഴുതാം. ഡിവൈസർ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 3 1/5 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യും. 4 + 3 4 + 3. അതിനോട് കൂടി എന്ത് ചെയ്യാം? 1/5ഉം
സോറി 1/3യും 1/3 പ്ലസ് 1/5. ഇനി 3ന്റെയും 5ന്റെയും LCM കണ്ടുപിടിക്കണം. 3ന്റെയും 5ന്റെയും LCM എത്രയാ? 3യും പ്രൈം നമ്പർ ആണ്, LCM-ഉം 5ഉം പ്രൈം നമ്പർ ആണ്. രണ്ടും പ്രൈം നമ്പർ ആവുമ്പോൾ അതിന്റെ LCM എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 3യും 5ഉം പ്രൈം നമ്പേഴ്സ് ആണ്. രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാൻ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. LCM ഈക്വൽ ടു 3 into 5 ഈക്വൽ ടു 15. രണ്ട് പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അപ്പൊ നമ്മൾ നേരത്തെ LCM എന്ന ഫാക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളും കൂടി ഇവിടെ വരുന്നുണ്ട് അല്ലെ? LCM കണ്ടുപിടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ LCM കണ്ടുപിടിക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു നമ്പർ മറ്റേതിന്റെ ഫാക്ടർ ആണെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും LCM. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഇത് രണ്ടിന്റെയും LCM 15. 4 plus 3 7 പ്ലസ് ഇനി 1/3നെ 15 LCM ആക്കി മാറ്റി എഴുതുക. 15 LCM ആക്കി മാറ്റണമെങ്കിൽ 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മേലെയുള്ള 1നെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 5 5 പ്ലസ് 1/5നെയും 15 LCM ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 15 ആവുന്നത്. അപ്പം ന്യൂമറേറ്റർ 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 3 3 7 plus 5/5 plus 3 5 15 equal to 7 plus ഇത് 5 ആണ്. 7 plus 8/15 equal to 7 8/15. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന മിക്സഡ് നമ്പർ ആൻസർ. 7 8/15. എഴുതുന്നതിനിടയിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. എക്സസൈസ് 1.3യിലെ ഫൈൻഡ് ദി സം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന 6 ക്വസ്റ്റ്യൻസ്. പേജ് നമ്പർ 1.3യിലെ ബി ഫൈൻഡ് ദി സം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന 6 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ലീവ് ചെയ്തോ, ടൈം തീരാറായി. എന്താ ദേവാഞ്ജന? ഇപ്പൊ പഠിപ്പിച്ച മിസ് അൺലൈക്ക് ഫ്രാക്ഷൻസ് അല്ലേ? ആ, അൺലൈക്കും മിക്സഡും അഡീഷൻ എല്ലാം ആയി. ഇപ്പോ എഴുതി കഴിഞ്ഞവരെ ലീവ് ചെയ്തു.